ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 1. ആദം മുതൽ അബ്രാഹം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലേൽ, യാരദ്, ഹെനോക്ക്, മെത്തുസലേഹ്, ലാമക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മഗോഗ്, മദായി, യവാൻ, തൂബാൽ, മെഷക്ക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കെനാസ്, ദീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, താർഷിഷ്, കിത്തിം, റോദാനിം. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്ത്, കാനാൻ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തെക്ക. റാമയുടെ പുത്രന്മാർ ഷെബ, ദദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലുദീം, അനാമിം, ലഹാബിം, നഫ്തൂഹിം, പത്രൂസിം, കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിമാണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്തിദിയനുമായിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർമാദിയർ, സെമറിയർ, ഹാമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേദർ, മേഷക് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവെത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്, ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പെലേഗ്, റവു, സെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽ പെടുന്നു. അബ്രാഹത്തിൻ്റെ സന്തതികൾ. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര. ഇസ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അബ്ദേൽ, മിബ്സാം, മിഷ്മ, ബൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫിഷ്, കെദേമ. ഇവരും ഇസ്മായേലിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷുവാഹ്. യോക്ഷാൻ്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദിയാൻ്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ്, റെവുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിമ്ന, അമലേക്ക്. റെവുവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സേറിൻ്റെ പുത്രന്മാർ ലോദാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോദാൻ്റെ പുത്രന്മാർ ഹോറി, ഹോമ. ലോദാൻ്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓന. സെബിയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. ആനയുടെ പുത്രനാണ് ദീഷോൻ. ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാക്കാൻ. ദീഷാൻ്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിൻ്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലയുടെ മരണത്തിന് ശേഷം ബൊസ്രാക്കാരനായ സേറഹിൻ്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിൻ്റെ മരണത്തിന് ശേഷം ബദാദിൻ്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിത്ത് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിന് ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലയ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി.
മെസാഹാബിൻ്റെ പൗത്രിയും മാത്രേദിൻ്റെ പുത്രിയുമായ മെഹത്താബേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. ഹദാദിൻ്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യാദത്ത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 2. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഒനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷൂവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമുൽ. സേറഹിന് സിമ്രി, ഏദാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ 5 പുത്രന്മാർ ജനിച്ചു. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആക്കാർ കർമ്മിയുടെ പുത്രനാണ്. ഏദാൻ്റെ പുത്രനാണ് അസറിയ. ഹെസ്രോൻ്റെ പുത്രന്മാർ യറഹമേൽ, റാം, കെലൂബായ്. റാം അമിനാദാബിൻ്റെയും അമിനാദാബ് യൂദാഗോത്രത്തിൻ്റെ നേതാവായ നഹുഷോൻ്റെയും പിതാവാണ്. നഹുഷോൻ സൽമയുടെയും സൽമ ബോവാസിൻ്റെയും ബോവാസ് ഓബദിൻ്റെയും ഓബദ് ജസ്സയുടെയും പിതാവാണ്. ജസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നദനേൽ, റദ്ദായി, ഓസം, ദാവീദ്. സെറൂയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറൂയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേലിനായ യാദറായിരുന്നു അവൻ്റെ പിതാവ്. ഹെസ്രോന്റെ മകനായ കാലബിന് ഭാര്യയായ അസുബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷൊബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിൻ്റെയും പിതാവായി. ഹെസ്രോൻ 60-ാം വയസ്സിൽ ഗിലെയാദിൻ്റെ പിതാവായി. മാക്കീറിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങളുണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ പിതാവായ മാക്കീറിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോന്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തയെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു. ആഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രോന്റെ ആദ്യജാതനായ യഹ്റഹ് മേലിൻ്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ബൂന, ഓരൻ, ഓസം, അഹിയ എന്നിവരും. യഹ്റഹ് മേലിന് അത്താറ എന്ന വേറൊരു ഭാര്യയും ഉണ്ടായിരുന്നു. ഓന ജനിച്ചത് അവളിൽ നിന്നാണ്. യഹ്റഹ് മേലിൻ്റെ ആദ്യജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, എക്കർ. ഒനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബീഷൂർ. അബീഷൂറിൻ്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിൻ്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിൻ്റെ പുത്രനാണ് ഇഷി. ഇഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാന്റെ പുത്രൻ അഹ്ലായ്. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യദർ, ജോനാദൻ. യദർ മക്കളില്ലാതെ മരിച്ചു. ജോനാദന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യഹ്റഹ്മേലിൻ്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ എർഹ എന്നൊരു ദാസനുണ്ടായിരുന്നു. ശേഷാൻ തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാദാന്റെയും നാദാൻ സാബദിൻ്റെയും പിതാവാകുന്നു. സാബദിന് എഫ്ലാലിലും എഫ്ലാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹുവിൻ്റെയും യേഹു അസ്രിയായുടെയും പിതാവാണ്. അസ്രിയായിക്ക് ഹേലസും ഹേലസിന് എലയാസറും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ഷല്ലൂമിൻ്റെയും പിതാവാണ്. ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായിക്ക് എലീഷാമായും ജനിച്ചു. യറഹ്മേലിൻ്റെ സഹോദരനായ കാലബിൻ്റെ
ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷയുടെ പുത്രൻ ഹെബ്രോൻ. ഹെബ്രോന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കം, ഷേമ. ഷേമ റഹാമിന്റെയും അവൻ യോർക്കെയാമിന്റെയും പിതാവാണ്. റക്കം ഷമ്മായുടെ പിതാവാണ്. ഷമ്മായുടെ പുത്രൻ മാവോൻ. മാവോന്റെ പുത്രൻ ബത്സൂർ. ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിന്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ രേഖം, യോദാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷാഫ്, മാക്ക എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ് മക്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാക്കായിൽ ജനിച്ചു. കാലബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിന്റെ വംശപരമ്പരയിൽ പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത് യെയാറിമിന്റെ പിതാവ് ഷോബാൽ, ബത്ലഹമിന്റെ പിതാവ് സൽമ, ബേത് ഗാദറിന്റെ പിതാവ് ഹാരഫ്, അർദ്ധമെനുഹോത്യർ, ഹരോവെ എന്നിവർ കിരിയാത്ത് യെയാറിമിന്റെ പിതാവായ ഷോബാലിന്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത്ത് യെയാറിമിന്റെ കുലങ്ങൾ ഇത്ര്യർ, പുത്യർ, ഷുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്നും സൊറാത്യരും എഷ്താവോല്യരും ഉത്ഭവിച്ചു. ബദ്ലേഹം, നെത്തോഫാത്യർ, അത്രോത് ബത്ത് യോവാബ്, അർദ്ധമനഹാത്യർ, സൊറേഹ്യർ എന്നിവർ സൽമ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ, ഷെമയാത്യർ, സുക്കാത്യർ. റേഖാബ് കുടുംബത്തിന്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 3. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ആദ്യജാതൻ അമ്നോൻ ജസ്രയേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ കാർമൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൽമായുടെ മകൾ മാക്കായിൽ ജനിച്ചു. നാലാമൻ അദോനിയ ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ. ആറാമൻ ഇത്രായം ജനിച്ചു. ഹെബ്രോണിന്റെ 7.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ, ഷോബാബ്, നാദാൻ, സോളമൻ എന്നീ 4 പേർ. അമ്മിയേലിന്റെ മകളായ ബത്ഷുവ ആണ് ഇവരുടെ അമ്മ. ഇബ്ഹാർ, എലീഷാമ, എലിഫെലത്ത്, നോഗ, നേഫക്ക്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫേലത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ തലമുറക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോദാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോൺ, ജോസിയ. ജോസിയയുടെ പുത്രന്മാർ ആദ്യജാതൻ യോഹനാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സദക്കിയ, നാലാമൻ ശല്ലൂം. യഹോയാക്കീമിന്റെ മകൻ യെക്കോണിയ, അവന്റെ മകൻ സദക്കിയ. വിപ്രവാസിയായ യെക്കോണിയയുടെ പുത്രന്മാർ ഷെലാത്തിയേൽ, മൽക്കീരാം, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നെദബിയ. പെദായയുടെ പുത്രന്മാർ സെറുബാബേൽ, ഷിമയി, മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ്. ഷെലോമിത്ത് അവരുടെ സഹോദരി. ഹഷൂബ, ഓഹൽ, ബറേക്കിയ, ഹസാദിയ, യഷബഹേസദ് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയായുടെ പുത്രന്മാർ പെലാത്തിയ, ഏശയ്യ. ഏശയ്യയുടെ പുത്രൻ റഫായ. റഫായുടെ പുത്രൻ അർണാൻ. അർണാന്റെ പുത്രൻ ഓബദിയ. ഒബാദിയയുടെ പുത്രൻ ഷെക്കാനിയ. ഷെക്കാനിയയുടെ പുത്രൻ ഷെമായ. ഷെമായയുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗ്ഗാൽ, ബറിയ, നെയാറിയ, ഷാഫാത്ത്. ഷെക്കാനിയയ്ക്ക് ആകെ 6 പേർ. നെയാറിയയുടെ പുത്രന്മാർ എലിയോനോവായ്, ഹിസ്കിയ, അസ്ക്രിക്കാം. ഇങ്ങനെ 3 പേർ. എലിയോനോവായുടെ പുത്രന്മാർ ഹൊദാവിയ, എലിയാഷിക്ക്, പെലായ, അക്കൂബ്, യോഹന്നാൻ, ദലായ, അനാനി. ഇങ്ങനെ 7 പേർ. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 4.
യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ഷോബാൽ. ഷോബാലിൻ്റെ പുത്രൻ റയായ യഹാത്തിൻ്റെ പിതാവാണ്. യഹാത്തിൻ്റെ പുത്രന്മാർ അഹൂമായി, ലാഹാദ്. ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ. ഏതാമിൻ്റെ പുത്രന്മാർ യസ്രേൽ, ഇഷ്മ, ഇദ്ബാഷ്, ഹസ്സെലെഫോനി. ഇവരുടെ സഹോദരി. ഗദോറിൻ്റെ പിതാവ് പെനുവേൽ. ഹൂഷായുടെ പിതാവ് ഏസർ. ബത്ലേഹിമിൻ്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവയുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്നീ 2 ഭാര്യമാരുണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ആഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരത്ത്, ഇസ്ഹാർ, എത്നാൻ എന്നിവരും ജനിച്ചു. ആനൂബ്, സൊബേബ എന്നിവരും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളും കോസിൻ്റെ സന്തതികളാണ്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീരിൻ്റെ പിതാവും മെഹീർ എഷ്തോൻ്റെ പിതാവുമാണ്. എഷ്തോൻ്റെ പുത്രന്മാർ ബത്രാഫ, പസേയാഹ്, ഈർനഹാഷിൻ്റെ പിതാവായ തെഹിന്ന. ഇവർ റേഖ നിവാസികളാണ്. കെനസിൻ്റെ പുത്രന്മാർ ഒത്തനിയേൽ, ബത്ത്, സെരേയ. ഒത്തനിയേലിൻ്റെ പുത്രന്മാർ ഹത്ത്, മെയോനൊദായി ഓഫ്രയുടെ പിതാവ്. യോവാബിൻ്റെ പിതാവാണ് സെരയ. കരകൗശല വേലക്കാരാകിയാൽ ഗഹർഷിം എന്നറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യഫുന്നയുടെ മകനായ കാലബിന് ഈരു, ഏല, നാം എന്നിവരും ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹല്ലലേലിൻ്റെ പുത്രന്മാർ സിഫ്, സീഫ, തിറിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യദർ, മേരദ്, ഏഫർ, യാലോൺ. മേരദ് ഫറവോയുടെ മകളായ വിധിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു. ഇവൾ ഗദോറിൻ്റെ പിതാവായ യേരദ്, സോക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ കുദിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിൻ്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമ്മ്യനായ കെയിലായുടെ പിതാക്കന്മാരും മാക്കാത്യനായ എഷ്തോമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോൻ്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻഹനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഹത്ത്, ബെൻ സോഹത്ത്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാദ, ബത്ത് അഷേബായിലെ നെയ്ത്ത് പണിക്കാരുടെ കുടുംബങ്ങൾ. യോക്കീം, കൊസേബ നിവാസികൾ. യോവാഷ് മൊവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെത്തായിം, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ശിമയോൻ്റെ സന്തതികൾ. ശിമിയോൻ്റെ പുത്രന്മാർ നെമുവേൽ, യാമിൻ, യാരിബ്, സേരഹ്, സാവോൾ. സാവോളിൻ്റെ പുത്രൻ ഷല്ലൂം. അവൻ്റെ പുത്രൻ മിബ്സാം. അവൻ്റെ പുത്രൻ മിഷ്മ. മിഷ്മയുടെ പുത്രൻ ഹമുവേൽ. അവൻ്റെ പുത്രൻ സക്കൂർ. അവൻ്റെ പുത്രൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായിരുന്നു. യൂദാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല. അവർ ബേർഷെദ, മൊലാദ, ഹസാർ ഷുവാൽ, ബിൽഹ, ഏസം, തൊലാദ്, ബദുവേൽ, ഹോർമ, സിക്ലാഗ്, ബത്മക്കാർവോത്ത്, ഹസർ സൂസിം, ബേത്ബിരി, ഷറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏതാം, അയിൻ, റിമ്മോൻ, തോഗൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും
അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മൊഷേബാബ്, യംലേക്ക്, അമാസിയുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിൻ്റെ പുത്രനായ സെറായുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹു, എലിയോവനായി, യാക്കോബ, യഹോഷോഹിയ, അസായ, അദിയേൽ, യെസിമിയേൽ, ബനായ, അല്ലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ. അല്ലോൻ യെദായയുടെയും യെദായ ഷിമ്രിയുടെയും ഷിമ്രി ഷെമായിയുടെയും പുത്രനാണ്. ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി. ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിസ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗദോറിൻ്റെ കവാടം വരെ എത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചിസ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽപ്പറഞ്ഞവർ യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയൂന്യരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചിൽസ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇംഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ശിമെയോൻ ഗോത്രത്തിൽപ്പെട്ട 5 പേർ സെയർ മലമ്പ്രദേശത്തേക്ക് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്യരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു.